വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട് ഉണ്ടെങ്കിൽ അവരവിടെ തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താമോ? വേറൊന്നും കൊണ്ടല്ല, ഇനി ഞാൻ പറയാൻ പോകുന്ന ചില വിഷയങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളില്ല എങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ നിങ്ങൾക്ക് പറ്റി എന്ന് വരില്ല. എപ്സ്റ്റീൻ ഫയൽസ് വീഡിയോകൾ കാണുകയും അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുകയും ചെയ്തവരായിരിക്കും നിങ്ങൾ. അതോടെ നമ്മുടെ പണി കഴിഞ്ഞല്ലോ അല്ലേ? ലോകത്തിൽ മറ്റെവിടെയോ നടന്ന വിഷയങ്ങൾ നമ്മളെ ഒരിക്കലും ബാധിക്കാത്ത ഇത്തരം വിഷയങ്ങൾ നമ്മൾ എന്തിനാണ് പിന്നെയും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? ശരിയാണ്, അതിലിപ്പോൾ ചിന്തിക്കാൻ എന്താണുള്ളത് അല്ലേ? എന്നാൽ ഞാനൊരു കാര്യം പറയാം. ഉയരം കൂടിയ നിറം കുറഞ്ഞ ഏഷ്യൻ പെൺകുട്ടികളോട് താല്പര്യമുള്ള ചില പ്രമുഖരെക്കുറിച്ചും എപ്സ്റ്റീൻ ഫയൽസ് പറയുന്നുണ്ട്. അതിനർത്ഥം നമ്മുടെ കുട്ടികൾക്കും ചില ആവശ്യക്കാരുണ്ട് എന്നാണ്. മറ്റൊരർത്ഥം കൂടി അതിനുണ്ട്. അത്തരം തൽപര കക്ഷികളിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ നമുക്ക് ചുറ്റും ചിലർ റാഞ്ചി നടക്കുന്നുണ്ട് എന്നും. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത ഞാൻ പറയാം. 2026 ജനുവരി 1 തീയതി മുതൽ 15 വരെയുള്ള 15 ദിവസങ്ങളിൽ ഡൽഹിയിൽ മാത്രം കാണാതായത് 807 പേരെയാണ്. ആ 807 പേരിൽ 500-ൽ കൂടുതൽ സ്ത്രീകളും 300-ഓളം പുരുഷന്മാരുമുണ്ട്. 500 സ്ത്രീകളിൽ 200-ഓളം കുട്ടികളാണ്. ആ കുട്ടികളിൽ പലരും 13 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളാണ്. ഇന്ത്യയിലെ ഒരു പട്ടണത്തിലെ കണക്ക് മാത്രമാണ് ഈ പറയുന്നത്. നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി ആരോ സൃഷ്ടിച്ചെടുത്തൊരു കണക്കാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇതിനു പിന്നിൽ കൃത്യമായ ഡാറ്റയുണ്ട്. ഇനി ഡൽഹി എന്നത് കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലമാണ് എന്നാണ് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നത് എങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒരു വിഷയം പറയാം. കേരള പോലീസിൻ്റെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ് 2025 ജനുവരി മുതൽ ഡിസംബർ മാസം വരെ കേരളത്തിൽ കാണാതായത് ഏതാണ്ട് 11,000-ൽ കൂടുതൽ ആളുകളാണ്. ജനുവരി മാസം മുതൽ 2025 ജനുവരി മാസം മുതൽ 4 മാസത്തിനുള്ളിൽ കാണാതായത് 3,500-ൽ കൂടുതൽ സ്ത്രീകളും. ഇനി പറയണം, ലോകത്തിൽ എവിടെയോ നടന്നൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത്? കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഓരോ 8 മിനിറ്റിലും സമൂഹത്തിൽ ഒരു കുട്ടി വീതം അപ്രത്യക്ഷമാവുന്നുണ്ട്. നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ വിൻഷീൽഡ് തുടയ്ക്കാനും കളിപ്പാട്ടങ്ങൾ വിൽക്കാനും അന്യഭാഷ സംസാരിക്കുന്ന ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. അവരെല്ലാം ഇവിടെ നിന്നാണ് വന്നത്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ അപ്രത്യക്ഷമാവുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അവരെങ്ങോട്ടേക്കാണ് പോകുന്നത്? അവരെവിടെയാണ് ജീവിക്കുന്നത്? അവർ ജീവിക്കുന്നുണ്ട് എന്നെന്താണ് ഉറപ്പ്? ഈ വീഡിയോ നിങ്ങൾ തുടർന്നും കാണുന്നുണ്ട് എങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ എത്തിക്കണം എന്നതാണ്. കാരണം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അത് മാത്രമായിരിക്കും. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. കാണാതായ കുഞ്ഞുങ്ങളെ കണ്ടെത്താൻ പോലീസുണ്ടല്ലോ. ശരിയാണ്, പോലീസിന് അതാണല്ലോ പണി. എന്നാൽ അതേ പോലീസ് പോലും കൈമലർത്തുന്ന ഒരുപാട് കേസുകൾ നമുക്കിടയിലുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കാണാതായ കുട്ടികളിൽ ഒരു തുമ്പ് പോലും കിട്ടാത്ത കേസുകൾ 1000-ൽ കൂടുതലാണ്. 2019 മുതൽ ഈ കഴിഞ്ഞ വർഷം വരെ കാണാതായ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 13,000-ൽ കൂടുതലാണ്. അതിൽ 10,000-ഓളം കുട്ടികളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, ജീവനോടെയും അല്ലാതെയും. എന്നാൽ ബാക്കി വരുന്ന 3,000-ഓളം കുട്ടികൾ, അവർക്ക് എന്താണ് സംഭവിച്ചത്? അവർ ജീവനോടെയുണ്ടോ, അതോ മരണപ്പെട്ടോ, അതോ മറ്റാർക്കെങ്കിലും ഇരയായോ എന്നുപോലും നമുക്കറിയില്ല. 2023 കോൺഗ്രസ് MP രേണുക ചൗധരി ചോദിച്ചൊരു ചോദ്യത്തിൽ നിന്നാണ് ഈ ഒരു കണക്ക് ചർച്ചയായത്. 2018 മുതൽ 2023 വരെയുള്ള 6 വർഷത്തിൽ ഇന്ത്യയിൽ നിന്നും കാണാതായ കുട്ടികളുടെ എണ്ണം 6,14,432 അതിൽ പകുതിയിൽ താഴെ മാത്രമാണ് ജീവിച്ചിരിപ്പുണ്ടോ അതോ മരണപ്പെട്ടോ എന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. മധ്യപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലാണ് കുട്ടികളെ കാണാതായ പരാതികൾ കൂടുതലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.
നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2018 ശേഷമുള്ള കണക്കുകൾ അനുസരിച്ച് പ്രതിദിനം നമ്മുടെ കേരളത്തിൽ കാണാതാവുന്ന കുട്ടികളുടെ എണ്ണം 6 മുതൽ 8 വരെയാണ്. അതായത് ഒരു ദിവസം 6 മുതൽ 8 വരെ കുട്ടികളെ കാണാതാവുന്നു എന്ന്. ഇവർക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ഇവരെ ആരെങ്കിലും മനഃപൂർവ്വം തട്ടിക്കൊണ്ടുപോകുന്നത് തന്നെയായിരിക്കുമോ? കേരളത്തിൽ നിന്നും കാണാതാകുന്നവരിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് 10 വയസ്സ് മുതൽ 35 വയസ്സിനിടയിലുള്ള സ്ത്രീകളാണ് കാണാതാകുന്നത് എന്ന്. കേരളത്തിലെ തിരോധാന കേസുകളിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തമായ കേസ് രാഹുൽ തിരോധാന കേസാണ്. അതായത് 2005 സ്വന്തം വീടിന് തൊട്ടടുത്തുള്ള ഒരു മൈതാനത്തിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന രാഹുൽ എന്ന 7 വയസ്സുകാരൻ 2005 മെയ് 18 ആ ഒരു സംഭവം നടക്കുന്നത്. അതിനുശേഷം 8 വർഷത്തോളം CBI അടക്കം കേസ് അന്വേഷിച്ചുവെങ്കിലും രാഹുലിനെ കുറിച്ച് യാതൊരു വിവരവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. പിന്നീട് ബന്ധുക്കളുടെ പരാതി മൂലം വീണ്ടും 2 വർഷത്തോളം 2015 വരെ CBI കേസ് അന്വേഷിച്ചുവെങ്കിലും രാഹുലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത് ഒരു കേസ് മാത്രമല്ല, ഇതുപോലെ 10ഓ 20ഓ കേസുകൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. എല്ലാ കാണാതാവലുകൾക്ക് പിന്നിലും തട്ടിക്കൊണ്ടുപോകലല്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. കുട്ടികളെ വല്ലാതെ ശിക്ഷിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങൾ ഓടി രക്ഷപ്പെടാറുണ്ട്. പക്ഷേ തട്ടിക്കൊണ്ടുപോകുന്ന കുട്ടികളുടെ എണ്ണമാണ് കാണാതാവലുകളിൽ കൂടുതലും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഓരോ വർഷവും ചുരുങ്ങിയത് 40,000-ൽ കൂടുതൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അതിൽ 11,000-ൽ കൂടുതൽ കുഞ്ഞുങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമുണ്ട്. എങ്കിലും മറ്റുള്ളവർ ഇപ്പോഴും ഇരുട്ടിലാണ്. ഈ റിപ്പോർട്ടുകളിൽ ഏറ്റവും കൂടുതൽ നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു കണക്ക് പറയുന്നത് ചില NGOകളാണ്. അതായത് ഇന്ത്യയിൽ നിന്നും പ്രതിവർഷം 12,000 മുതൽ 50,000 വരെ കുട്ടികളെ വിദേശത്തേക്ക് മനുഷ്യക്കടത്തായി കടത്തുന്നുണ്ട് എന്നും വിദേശത്ത് നിന്നും ഇന്ത്യയിലേക്കും ഏതാണ്ട് അത്രത്തോളം കുട്ടികളെ മനുഷ്യക്കടത്ത് നടത്തുന്നുണ്ട് എന്നും സ്ഥിരീകരിക്കാത്ത ചില കണക്കുകൾ പലരും പറയുന്നുണ്ട്. അത് ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. ഇനി ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കാണാതായ 800 പേരെക്കുറിച്ച് പല മാധ്യമങ്ങളിലും വന്ന വാർത്തകളെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. അതായത് ജനുവരി 1 മുതൽ 15 വരെയുള്ള 15 ദിവസത്തിൽ 800-ൽ കൂടുതൽ ആളുകളെ കാണാതായി എന്നതായിരുന്നല്ലോ വാർത്ത. അതിപ്പോൾ ചൂടോടെ മറ്റ് പല മാധ്യമങ്ങളും പ്രസിദ്ധീകരിക്കാനുള്ള കാരണം അത് എപ്സ്റ്റീൻ ഫയൽസുമായി നമ്മൾ ചേർത്ത് വായിക്കും എന്നതുകൊണ്ട് തന്നെയാണ്. അങ്ങനെയെങ്കിൽ അതിനു പിന്നിൽ സ്വാഭാവികമായും ഇന്ത്യൻ ഭരണകൂടത്തിനും ഒരു പങ്കുണ്ടായിരിക്കണമല്ലോ. ഈ കണക്കുകൾ ഡീബങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സമാധാനിക്കാൻ വരട്ടെ. അതായത് 2026 ജനുവരി 1 മുതൽ ജനുവരി 15 വരെയുള്ള 15 ദിവസത്തിൽ കാണാതായവരുടെ എണ്ണം 800 ആണ് എങ്കിൽ ആ റേഷ്യോ വെച്ച് നമുക്കൊന്ന് നോക്കാം. 15 ദിവസം കൊണ്ട് 800 പേരെ കാണാതായി എങ്കിൽ ഒരു മാസത്തിൽ കാണാതാവുന്നവരുടെ എണ്ണം അപ്രോക്സിമേറ്റ്ലി 1600 ആയിരിക്കും അല്ലെ? അങ്ങനെയെങ്കിൽ 12 മാസത്തിൽ കാണാതാവുന്നവരുടെ എണ്ണം 19,200 ആയിരിക്കും. പക്ഷേ ഒരു കൊല്ലം മുമ്പേക്ക് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ഡൽഹിയിൽ മാത്രം കാണാതായവരുടെ എണ്ണം 24,000-ൽ കൂടുതലാണ്. അതായത് ഡൽഹി പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇത് ഏറ്റവും ചുരുങ്ങിയ കണക്കാണ് എന്നാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ഒരു മാസം ചുരുങ്ങിയത് കാണാതാവുന്ന ആളുകളുടെ പരാതികളുടെ എണ്ണം എന്ന് പറയുന്നത് 2,000-ൽ കൂടുതലാണ്. ഒരു മാസം 2,000 പേരെങ്കിലും ഡൽഹിയിൽ നിന്നും കാണാതാവുന്നുണ്ട് എന്ന്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 15 ദിവസത്തിൽ 800 പേരെയേ കാണാതായിട്ടുള്ളൂ എന്നത് ആശ്വാസം തരുന്ന ഒരു കണക്കാണ് എന്നും ഡൽഹി പോലീസ് പറയുന്നു. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ കാണാതാവുന്ന ആളുകൾ എവിടേക്കാണ് പോകുന്നത്? കൊറോണയ്ക്ക് മുമ്പ് ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കുട്ടികളുടെ മിസ്സിംഗ് കേസുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഏതാണ്ട് 68% കൂടുതലാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന വിഷയത്തിൻ്റെ വലുപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കാണാതായ കുട്ടികളുടെ എണ്ണം ഏതാണ്ട് 17,000-ൽ കൂടുതലാണ്. അതിൽ 250ഓളം തട്ടിക്കൊണ്ടുപോകലുകളുമാണ്. കഴിഞ്ഞ ഓരോ വർഷത്തെയും കണക്കെടുത്ത് നോക്കുമ്പോൾ ഓരോ വർഷവും 7%-ൽ കൂടുതലാണ് കുട്ടികളെ കാണാതാവുന്നത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കുറെ കണക്കുകൾ പറഞ്ഞു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ദൂരെ എവിടെയോ എന്തോ നടക്കുന്നു, അതിന് ഞങ്ങളിപ്പോൾ എന്ത് വേണമെന്ന് ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹം നമുക്കിടയിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞത്.
രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ എപ്സ്റ്റീൻ ഫയൽസിൽ ഉണ്ടാകുമോ എന്ന ചിന്ത മാത്രമായിരുന്നു പലരിലും ഞാൻ കണ്ടത്. പക്ഷേ നഷ്ടം വ്യക്തിപരമാകുമ്പോൾ മാത്രമേ അത് നഷ്ടമാവൂ എന്ന് ചിന്തിക്കുന്നത് ശരിയല്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ ആ നഷ്ടം നിങ്ങളുടെ മാത്രം വ്യക്തിപരമായ നഷ്ടമാകാനുള്ള സാധ്യതയാണ് ഞാൻ പറയുന്നത്. ദൂരെ എവിടെയോ ഉള്ള ഒരു ഒറ്റപ്പെട്ട ദ്വീപിൽ ആരുടെയൊക്കെയോ പിഞ്ചോമനകളെ കൂട്ടിയിട്ട് ഒരുമിച്ച് പാർപ്പിച്ച് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ആരൊക്കെയോ സൃഷ്ടിച്ച വെറും വാർത്തകൾ മാത്രമാണ് എന്ന് വാദിക്കുമ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ കയ്യെത്തും ദൂരത്തിരിക്കുന്ന നമ്മുടെ പിഞ്ചോമനകൾ പോലും സുരക്ഷിതരല്ല എന്ന്. ഞാൻ ഈ പറഞ്ഞ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് അത്തരത്തിലൊരു ദുരന്തം നമ്മളിലേക്ക് എത്താൻ അധിക ദൂരമില്ല എന്ന് തന്നെയാണ്. ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ചില വിഷയങ്ങളെക്കുറിച്ചാണ്. ഒരു ചൈൽഡ് ലൈൻ നമ്പറിനെ കുറിച്ചാണ്. 1098 എന്ന് പറയുന്ന ഒരു നമ്പർ പല സ്ഥലങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്നത് കാണാൻ സാധിക്കുന്നത് KSRTCകളിലും ട്രെയിനുകളിലും പൊളിച്ചു കളയാൻ സാധിക്കാത്ത ചില പോസ്റ്ററുകളിൽ മാത്രമാണ്. അതായത് കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അപകടമുണ്ടാകുമ്പോൾ ആരും വിളിച്ചു പറയേണ്ട ഒരു ചൈൽഡ് ലൈൻ നമ്പറാണ് 1098. എന്നാൽ ഈ കഴിഞ്ഞ 3 വർഷമായി ഈ നമ്പറിലേക്ക് ആരെങ്കിലും വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ നമ്പറിന് ഒരു മാറ്റം വന്നതിനെക്കുറിച്ച് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ കഴിഞ്ഞ 3 വർഷമായി 2023 മുതൽ 1098 എന്ന ഈ നമ്പർ പ്രവർത്തനരഹിതമാണ്. കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഓർത്ത് വിളിക്കാൻ പോലും സാധിക്കാത്ത ആ നമ്പർ മാറിയത് നന്നായി എന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെയും ചിലർ ആ നമ്പറിനെ കുറിച്ച് കരുതിയിരുന്നു. പോലീസിനെ വിളിക്കാനുള്ള നമ്പർ പോലെ 100 എന്നൊക്കെ ആയിരുന്നുവെങ്കിൽ കുട്ടികൾക്ക് പരാതി പറയാൻ എളുപ്പമായിരുന്നല്ലോ എന്ന്. എന്നാൽ അതിന് പരിഹാരം കണ്ടെത്തിയതും ഒരു കുട്ടി തന്നെയാണ്. ആ കുട്ടി ആ നമ്പറിനെ വിശദീകരിച്ചത് 1098 എന്നല്ല, 1098 എന്നാണ്. അതായത് 1098. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഓരോ കുട്ടിക്കും ഈ ഒരു നമ്പർ പഠിക്കാൻ എളുപ്പം അങ്ങനെയല്ലേ? 1098 ഒരിക്കലും മറക്കില്ല. എന്നാൽ ഈ 1098 എന്ന ഈ നമ്പർ ഇന്ന് നമ്മളോടൊപ്പമില്ല. 2023 മുതൽ ഈ നമ്പർ മാറിയിരിക്കുന്നു. രാജ്യത്തുടനീളം എമർജൻസിയായി നമ്മൾ ഉപയോഗിക്കേണ്ട നമ്പർ ഇനി മുതൽ 112 എന്ന നമ്പറാണ്. നാളെ എന്നെങ്കിലും എൻ്റെ കുഞ്ഞിന് ഒരു അപകടം സംഭവിക്കുമ്പോൾ മാത്രം പ്രതികരിക്കാം എന്നാണ് നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നത് എങ്കിൽ നിങ്ങളോട് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇനി അതല്ല, മറിച്ചാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ കുഞ്ഞുമായി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ ഉണ്ട് എന്ന് 100% ഉറപ്പുവരുത്തുക. ഇനി എങ്ങോട്ടെങ്കിലും നിങ്ങൾക്ക് മാറിപ്പോകേണ്ട ഒരു സാഹചര്യം വരികയാണ് എങ്കിൽ തന്നെ 100% വിശ്വാസമുള്ള ഒരാളെ ഏൽപ്പിച്ച ശേഷം മാത്രം മാറി നിൽക്കുക. സ്കൂളിലേക്ക് പോകുന്ന വഴി, സ്കൂളിൽ നിന്നും തിരിച്ചു വരുന്ന വഴി, ബസ് കയറുന്ന സ്ഥലം, ബസ് ഇറങ്ങുന്ന സ്ഥലമെല്ലാം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുഞ്ഞിനെ ശിക്ഷിക്കുന്നതിൻ്റെ ശുഷ്കാന്തിയുടെ പാതിയെങ്കിലും കുഞ്ഞ് പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളൊക്കെ ഒരുപാട് സ്നേഹവും ദയയും മനുഷ്യത്വവും മനസ്സിലുള്ള ആളുകളായിരിക്കും. പക്ഷേ ദയവ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കുഞ്ഞ് എന്തെങ്കിലും വിൽക്കാനോ മറ്റോ വരികയാണ് എങ്കിൽ അത് കാശ് കൊടുത്ത് വാങ്ങി പ്രോത്സാഹിപ്പിക്കരുത്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളുടെ ഉള്ളിലെ നന്മ കൊണ്ടല്ല. നിങ്ങൾ ആ ചെയ്യുന്നത് ആ കുട്ടിയെ കൂടുതൽ അപകടത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കുഞ്ഞ് ഭിക്ഷ യാചിക്കുകയാണ് എങ്കിൽ, ആ കുഞ്ഞിനെ മറ്റാരെങ്കിലും നിർബന്ധിച്ച് ഭിക്ഷ എടുപ്പിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. 112 എന്ന നമ്പറിലേക്ക് വിളിച്ച് സ്ഥലവും സമയവും റിപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ ഞാൻ ചെയ്താൽ എനിക്ക് എന്തെങ്കിലും പൊല്ലാപ്പുണ്ടാകുമോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ ഒരിക്കലും അങ്ങനൊന്നും സംഭവിക്കില്ല. നിങ്ങൾ ആ ചെയ്യുന്നത് എവിടെയോ കുഞ്ഞിന് നഷ്ടപ്പെട്ട ഒരു അച്ഛനും അമ്മയ്ക്കും ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രവൃത്തി മാത്രമാണ്. ഇനി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം, ഏതെങ്കിലും ഒരു കുഞ്ഞ് ഭിക്ഷാടനം നടത്തുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരിക്കലും അതിൻ്റെ വീഡിയോയോ ഫോട്ടോയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കാതിരിക്കുക. അങ്ങനെ ചെയ്താൽ അത് ആ കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്നാലും ഞാൻ പറയാം. നിങ്ങളുടെ കുട്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുട്ടിയെ കാണാതായി എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള ശ്രമമല്ല ആദ്യം വേണ്ടത്.
ഒരിക്കലും ഗോൾഡൻ അവേഴ്സ് നഷ്ടപ്പെടുത്താതിരിക്കുക. ഏറ്റവും ബുദ്ധിപരമായി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗോൾഡൻ അവേഴ്സിൽ തന്നെ, അതായത് കുഞ്ഞിനെ കാണാതായി ആദ്യ മണിക്കൂറിൽ തന്നെ 112 എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്യുക. ഇനി കുഞ്ഞെങ്ങാൻ പെട്ടെന്ന് വന്നാൽ അതൊരു നാണക്കേടാവില്ലേ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ പേരിൽ ഒരു ഓഫീസർമാരും നിങ്ങളോട് മോശമായോ കയർത്തോ സംസാരിക്കില്ല. കാരണം കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് അച്ഛനമ്മമാരുടെ അടുത്തെത്തിക്കുക എന്നത് മാത്രമായിരിക്കും ഓരോ ഓഫീസർമാരുടെയും ആവശ്യം. ഇനിയും ചിലപ്പോൾ എപ്സ്റ്റീൻ ഫയൽസ് പോലെ ഒരുപാട് വാർത്തകൾ നിങ്ങളെ തേടി വന്നേക്കാം. അതെല്ലാം ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ തള്ളിക്കളയുകയും ചെയ്തേക്കാം. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങളെ വ്യക്തിപരമായി ബാധിക്കുന്ന ഒരു യാഥാർത്ഥ്യവും ഗൂഢാലോചന സിദ്ധാന്തവും തമ്മിൽ ചിലപ്പോൾ ഒരു മുടിനാരിഴയുടെ ദൂരം മാത്രമേ ഉണ്ടാകൂ. കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ, ജാഗ്രതയാണ് വേണ്ടത്. മറ്റൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിലും ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഗൗരവമായി നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഒരിക്കലും മടിക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ